നോമ്പാണ്, നോമ്പാണ്, നോമ്പ് മാത്രമാണ് അതിൻ്റെ ഒരേ ഒരു പോംവഴി എന്ന് ഈ സമുദായം തിരിച്ചറിഞ്ഞ് നോമ്പിൻ്റെ പൂർണ്ണമായ അന്തസത്ത ഉൾക്കൊണ്ട നോമ്പ്, നാക്കിനെ സൂക്ഷിച്ച നോമ്പ്. നമുക്കൊക്കെ ഭക്ഷണം ഒഴിവാക്കി ശീലമുണ്ട്, അതുകൊണ്ട് നാം പന്നിയിറച്ചി തിന്നില്ല. കള്ള് കുടിക്കാത്ത ശീലമുണ്ട്, റമദാനിൽ പാനീയം ഒഴിവാക്കി. കള്ള് കുടിക്കില്ല, കുടിക്കാതിരിക്കാനുള്ള വിൽ പവർ ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ നേരെ പോലും റമദാനിൽ തിരിഞ്ഞു നോക്കാത്ത പരിശീലനമുണ്ട്. നമ്മൾ പെണ്ണ് പിടിക്കില്ല, അതിൽ നമ്മളൊക്കെ മുമ്പിലാണ്. പക്ഷേ പരിശുദ്ധ റമദാനിൽ ഗീബത്ത് പറയുന്നത് നിർത്താറില്ല, റമദാൻ കഴിഞ്ഞാലും ഗീബത്താ. പരിശുദ്ധ റമദാനിൽ കള്ളം പറയൽ നിർത്തൂല, റമദാൻ കഴിഞ്ഞാലും കള്ളമാ. പരിശുദ്ധ റമദാനിൽ അന്യനെ പരിഹസിക്കുന്ന നിർത്തൂല, റമദാൻ കഴിഞ്ഞാലും ഇതാ. നിങ്ങൾ ഇതൊന്ന് റമദാനിൽ നിർത്തി നോക്കിക്കേ, നമ്മൾ ഒന്ന് നിർത്തി നോക്കിക്കേ. നമ്മൾ ഇതുമില്ലാത്ത ആത്മാവിൻ്റെ ഭാരം ലഘൂകരിച്ച അപ്പൂപ്പൻ താടി പോലെ അന്തരീക്ഷത്തിൽ ആത്മലാഘവത്തോടുകൂടി പാറി നടക്കുന്ന ആത്മാക്കളായി നമ്മൾ മാറുന്ന കാഴ്ച കാണാം. ആരോടും പകയില്ലാത്ത ഒരു മനസ്സൊരുക്കിയെടുക്കാൻ ഈ റമദാൻ പോലെ നമ്മെ സഹായിക്കുന്നതൊന്നുമില്ല. അതിൻ്റെ സുഖവും ആനന്ദവും അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മുടെ ആത്മസത്തയുടെ പരകോടിയിലേക്ക്, മനസ്സാണ് നമ്മുടെ ആകെയുള്ള അസ്തിത്വം, പരലോക സീമകളിലേക്ക് പറന്നുയരാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ആകാശ സീമകളുടെ സ്വർഗത്തിൻ്റെ റോക്കറ്റാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോഴും ഇരമ്പി പറക്കുകയാണ്, അതിൻ്റെ ആസ്ഥാനം തേടി പറന്നുയരാൻ വെമ്പുകയാണ്. നാം അത് അറിയുന്നുണ്ട്. അതിനെ ദുർബലമാക്കാതെ അങ്ങനെ ആ കർമ്മ പദ്ധതികളിലൂടെ നമ്മൾ പുരോഗമിച്ച് അവസാനം അതിൻ്റെ ഒടുവിലത്തെ നാളാകുമ്പോൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ പരമോന്നത സീമകളെ സ്പർശിക്കാൻ പ്രാപ്തരാകുമെന്ന് പറയപ്പെടുന്ന ആ പദ്ധതികളോട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ പരിശുദ്ധ റമദാനിലേക്കുള്ള നമ്മുടെ പ്രയാണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.